പാലക്കാട് എലപ്പുള്ളിയിൽ വിവാദമായ ഒയാസിസിന്റെ മദ്യനിർമ്മാണ കമ്പനിയുമായി സർക്കാർ മുന്നോട്ട്. ഇന്നു ചേർന്ന ഏകജാലക ക്ലിയറൻസ് ബോർഡ് യോഗത്തിൽ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിയുടെ നടപടികൾ അജണ്ടയായി. പാടം നികത്തലും അനധികൃത ഭൂമി കൈവശം വയ്ക്കലുമടക്കം നിരവധി വിഷയങ്ങളാണ് പദ്ധതി തടസ്സപ്പെടാൻ കാരണമായത്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസിന്റെ മദ്യനിർമ്മാണ കമ്പനി ഉടൻ വരും എന്ന് തോന്നിച്ചെങ്കിലും ഉയർന്നുവന്ന വൻ വിവാദത്തിൽ പദ്ധതി തന്നെ നിശ്ചലമാവുകയായിരുന്നു. പ്രാദേശികമായ എതിർപ്പിനൊപ്പം CPIയുടെ എതിർപ്പും കമ്പനിക്ക് തിരിച്ചടിയായി. വിഷയം ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അതിനിടയിലാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് മീറ്റിംഗ് ഇന്ന് അജണ്ടയായി പരിഗണിച്ചത്. ആകെയുള്ള 24 ഏക്കർ ഭൂമിയിൽ 5.89 ഏക്കർ പാടം കുടിവെള്ള സംഭരണിയായി മാറ്റാനുള്ള അപേക്ഷയാണ് ഇതിൽ പ്രധാനം. കമ്പനിക്ക് കൈവശം വയ്ക്കാൻ പരമാവധി ഭൂമിയുടെ അളവിൽ നിന്ന് 10 ഏക്കറോളം ഭൂമി അധികമാണ് കമ്പനിയുടെ ഭൂമി. അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നും ആവശ്യമുണ്ട്. അതേസമയം ജലദൗർലഭ്യമാണ് മുഖ്യ വിഷയമെന്നും ജലപ്രതിസന്ധിയില്ലെങ്കിൽ എതിർപ്പില്ലെന്നുമായിരുന്നു CPI നേതാവും റവന്യൂ മന്ത്രിയുമായ K. രാജന്റെ പ്രതികരണം. കുടിവെള്ളത്തിനും കൃഷിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ജലക്ഷാമം ഉണ്ടാകുന്ന ഒരു പദ്ധതിയും ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആ പോയിന്റിലാണ് ഞങ്ങൾ നോക്കുന്നത്. ആ പോയിന്റ് കണ്ടുകൊണ്ട് മാത്രമേ ഗവൺമെന്റ് അക്കാര്യത്തിൽ മുന്നോട്ട് പോകുള്ളൂ. ഒയാസിസിന്റെ മദ്യ കമ്പനി നിർമ്മാണം ഇനി നടക്കില്ലെന്ന് കരുതിയെടുത്ത് നിന്നാണ് വീണ്ടും സർക്കാർ സജീവമായി രംഗത്ത് വരുന്നത്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് അംഗീകാരം കിട്ടുന്നതോടെ അനുമതി ഉടൻ കിട്ടുകയും നിർമ്മാണം വേഗം തുടങ്ങാനും കഴിയുമെന്നാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.